ഭൂപതിവ് നിയമ ഭേദഗതി ചട്ട രൂപീകരണം യാഥാർത്ഥ്യമാക്കിയ എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മരിയാപുരത്ത് അഭിവാദ്യ സമ്മേളനം നടത്തി. എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചാണ് മരിയാപുരം പഞ്ചായത്തിലെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. മരിയാപുരം ടൗണിൽ നടന്ന പരിപാടിയിൽ EM സുഭാഷ് അധ്യക്ഷനായിരുന്നു. എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023 സെപ്റ്റംബർ മാസം 24-ാം തീയതി കേരള നിയമസഭയിൽ ഒരു സന്തോഷ വാർത്ത ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അത് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ, പ്രത്യേകിച്ചും 60 കോൺഗ്രസിന്റെ നേതാവ് ശങ്കറും അതുപോലെ 93 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന വനം കുടിയേറ്റ ക്രമീകരിക്കൽ എന്ന ഓമന പേരിട്ടുകൊണ്ടുന്ന ആ നിയമം പിന്നീട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന നിയമങ്ങൾ, ചട്ടങ്ങൾ, ആ 60-ലെ നിയമമനുസരിച്ച് മലയോര കാർഷിക മേഖലയിൽ നമ്മൾ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുത്തിരുന്നു. സുനിൽകുമാർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളന സദസ്സിന് അഭിവാദ്യം അർപ്പിച്ച് കർഷക സംഘം നേതാക്കളായ ആലീസ് വർഗീസ്, ഡിറ്റാജി ജോസഫ്, റോബിൻസ് ജോസഫ്, അഡ്വക്കേറ്റ് ഡെൽവിൻ അഗസ്റ്റിൻ, ബിജോ KT, ജോയ് വള്ളിയാന്തളം എന്നിവർ സംസാരിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.